പാപിയെ സ്നേഹിക്കുന്നവനാണ്, പാപിയെ രക്ഷിക്കുവാൻ മനസ്സുള്ളവനാണ്. പാപിയെ തേടിയാണ് തന്റെ പുത്രനെ പിതാവ് ലോകത്തിലേക്ക് അയച്ചത്. പാപികളെ തേടിയാണ് ദൈവപുത്രൻ ഈ ലോകത്തിലേക്ക് വന്നത്. നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുമ്പോൾ കൊരിന്ത്യർ ലേഖനത്തിൽ നമുക്ക് ഓർക്കുവാൻ കഴിയുന്നുണ്ട്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും ദരിദ്രരായ നിങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി, ദരിദ്രരായ നമുക്ക് വേണ്ടി അവൻ ദരിദ്രനായി തീർന്നു. സമ്പന്നനായ ദൈവപുത്രൻ, അത്യുന്നതനായ ദൈവത്തോട് സമനായ ദൈവത്തിന്റെ പുത്രൻ, സകലത്തെയും സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവത്തിന്റെ പുത്രൻ മഹാസമ്പന്നനായിരുന്നു. എന്നാൽ ദരിദ്രരായ നമ്മെ രക്ഷിപ്പാൻ, നമ്മെ സമ്പന്നന്മാരാക്കുവാൻ, നിത്യജീവന്റെ അവകാശികളാക്കുവാൻ, എന്റെയും നിങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടി നമ്മളെ ദൈവരാജ്യത്തിന്റെ അവകാശികളാക്കുവാൻ, കാൺമീൻ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്ന പദവി എനിക്കും നിങ്ങൾക്കും തരുവാൻ ദൈവം പ്രസാദിച്ചു. ദൈവത്തിന് ഇഷ്ടമായി. അവൻ നമ്മെ ഓർത്ത് നമ്മുടെ താഴ്ചയിൽ നമ്മെ രക്ഷിപ്പാനായി അവൻ ഈ ലോകത്തിലേക്ക് വന്നു. പ്രിയപ്പെട്ടവരെ, അവൻ മനുഷ്യനെ സ്നേഹിച്ചു, മനുഷ്യനെ രക്ഷിപ്പാൻ ആഗ്രഹിച്ചു. എന്നാൽ മനുഷ്യൻ പിന്നെയും ദൈവത്തിന്റെ വഴികളെയും ദൈവത്തിന്റെ കൃപകളെയും അവഗണിച്ചുകൊണ്ട്, ദൈവത്തിന് വിരോധമായി മത്സരിച്ചുകൊണ്ട്, ഹോശേയ പ്രവാചകൻ പറയുന്നത് പോലെ ദുർനടപ്പിലും അശുദ്ധിയിലും മദ്യപാനത്തിലും അശുദ്ധമായ ജീവിതത്തിലും ജീവിച്ചുകൊണ്ട് ദൈവത്തെ മറന്ന് ജീവിക്കുന്നു. ഹോശേയ പ്രവാചകത്തിൽ പറഞ്ഞിരിക്കുന്ന ചില വാചകങ്ങളുണ്ട്, അതൊക്കെ വായിക്കാൻ ഇപ്പോൾ നേരമില്ല. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വാചകം, ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാചകം, ഇസ്രായേലേ നിങ്ങൾ മറിച്ചിടാത്ത ദോശ പോലെയാണ്. എന്താണ്? മറിച്ചിടാത്ത ദോശ പോലെയാണ് ഇസ്രായേലിനെ ഉപമിച്ചിരിക്കുന്നത്. ഒരു ഭാഗം വെന്തിട്ടുണ്ട്, ഒരു ഭാഗം വെന്തിട്ടില്ല, ഭക്ഷിപ്പാൻ കഴിയുകയില്ല. നിങ്ങൾ മറിച്ചിടാത്ത ദോശ പോലെയാണ്. പ്രിയപ്പെട്ടവരെ, മറ്റു ഭാഗങ്ങളിലൊക്കെ അതുപോലെയുള്ള ദൃഷ്ടാന്തങ്ങൾ, സാദൃശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇസ്രായേലിന് പുഴുക്കുത്ത് പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പാപത്തെയും അവരുടെ ബലഹീനതയെയും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ പല്ലിന് വെടിപ്പാകാൻ കഴിയാതെ വണ്ണം, നിങ്ങൾക്ക് ഭക്ഷിക്കാൻ കഴിയാതെ വണ്ണം നിങ്ങളെ ക്ഷാമം കൊണ്ട് ഞാൻ ദണ്ഡിപ്പിച്ചു. നിങ്ങൾക്കോ ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയുകയില്ല. മടങ്ങി വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തെ വിട്ട് ദൂരേക്ക് പോയി. നാം കഴിഞ്ഞ ദിവസങ്ങൾ കേട്ടതുപോലെ ആ മകൻ അപ്പന്റെ വീട് വിട്ട് ദൂരേക്ക് പോയി, വീട് വിട്ടുപോയി, അപ്പനെ വിട്ടുപോയി. എന്നാൽ നമുക്കറിയാം, അവൻ ഒടുവിൽ മടങ്ങി വരുവാൻ ആഗ്രഹിച്ചു. ഞാൻ എന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒടുവിൽ അപ്പന്റെ ഭവനത്തിലേക്ക് പോകുവാൻ തയ്യാറായി. അവിടെ നോക്ക്, മടങ്ങി വരുവാൻ കഴിയും. ആ മുടിയൻ പുത്രൻ അവൻ മടങ്ങി വന്നു. ഇസ്രായേലേ, നിനക്ക് മടങ്ങി വരുവാൻ മനസ്സായില്ല. പാപികളായ മനുഷ്യർ, ദൈവത്തെ വിട്ടുപോയവർ, ദൈവത്തിൽ നിന്ന് വിവിധയിലേക്ക് പോയവർ, നീതിമാനാരുമില്ല, ഒരുത്തം പോലുമില്ല. ആദാമ്യ സന്തതി നാം ഏവരും പാപികളാണ്, ദൈവത്തെ വിട്ടു പോയവരാണ്. പ്രിയപ്പെട്ടവരെ, മടങ്ങി വരുവാനുള്ള ആഹ്വാനം നമുക്കുണ്ട്. കഴിഞ്ഞ രാത്രി ദൈവത്തിന്റെ ദാസൻ സംസാരിച്ചപ്പോൾ നാം പറഞ്ഞല്ലോ, പാപം ചെയ്ത് ദൈവത്തെ വിട്ടോടി തന്നെത്താൻ ഒളിച്ച് മറയ്ക്കുവാൻ ശ്രമിച്ച ആദാമിനെ നോക്കിക്കൊണ്ട്, ആദാമേ നീ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് അവന്റെ അടുക്കലേക്ക് വരുന്ന ആ ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ അത്ഭുതകരമായ സ്നേഹം അതവൻ മറന്നുകളഞ്ഞു. നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്ന അതിപ്രധാനമായ ഒരു വാക്കുണ്ട്. എബ്രായ ലേഖനം 2:10 സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ, സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തേണ്ടതിന് അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കി തീർത്തു. പിതാവായ ദൈവത്തിന്റെ സ്നേഹം
എത്രയോ വലുത്, എത്രയോ അത്ഭുതകരമാണ്. സകലത്തിനും സകലത്തിനും കാരണഭൂതനുമായ പിതാവായ ദൈവം അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തേണ്ടതിന് അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കി ചേർത്ത് പാപികളെ രക്ഷിപ്പാൻ, ദൈവത്തെ വിട്ടുപോയ മനുഷ്യനെ രക്ഷിപ്പാൻ, പാപം ചെയ്തു ദൈവതേജസ്സ് നഷ്ടപ്പെട്ടുപോയി. ആദാമിന് സംഭവിച്ചത് അതാണ്, ദൈവതേജസ്സ് നഷ്ടപ്പെട്ടുപോയി. എന്നാൽ ദൈവം തന്റെ പുത്രനെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി എന്തിന്? അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുവാൻ. പാപം ചെയ്ത് നഷ്ടപ്പെട്ട മനുഷ്യനെ, ദൈവതേജസ്സ് നഷ്ടപ്പെട്ട മനുഷ്യനെ, നിത്യനരകത്തിനായി വിധിക്കപ്പെട്ട മനുഷ്യനെ, പ്രിയപ്പെട്ടവരെ, അവരെ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നിയപ്പോൾ അവരുടെ രക്ഷാനായകനെ, നമ്മുടെ കർത്താവിനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുവാൻ ഒരു പ്രസാദം തോന്നി. ഈ ദിവസങ്ങളിൽ നാം കേട്ടുകൊണ്ടിരുന്നത് അതാണ്. നമ്മുടെ കർത്താവ് ക്രൂശിൽ മരിച്ചത് എന്തിനാണ്? അതിവേദന അനുഭവിച്ചത് എന്തിനാണ്? എന്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ കരയുവാൻ ഇടവന്നത് എന്തിനാണ്? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് അവന്റെ കഷ്ടാനുഭവത്തിന്റെ മധ്യത്തിൽ അനേകം കാളകൾ എന്നെ വളഞ്ഞു, ഭാഷാൻ കുറ്റന്മാരുടെ ചുറ്റിയിരിക്കുന്നു, കാട്ടുപോത്തുകളുടെ കമ്പുകൾക്കിടയിൽ ഞാനായി എന്ന് പറയത്തക്കവണ്ണം ഏറ്റവും വേദനയേറിയ മരണം ക്രൂശന്മേൽ അനുഭവിച്ചത് എന്തിനു വേണ്ടിയാണ്? അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുവാൻ. തേജസ് നഷ്ടപ്പെട്ടു പോയി മഹാപാതകരായി നമ്മെ, നരകത്തിന്റെ അവകാശികളായി നമ്മെ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം സകല മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി, നമ്മുടെ മരണം ഏറ്റെടുത്ത് നമുക്ക് പകരം മരിക്കുവാൻ വേണ്ടി ദൈവം തന്റെ പുത്രനെ നമുക്ക് പകരം പ്രായശ്ചിത്തമായി തീരുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവത്തിന് മനസ്സായി. നമ്മുടെ കർത്താവ് തന്നെ പറയുന്നത് ഞാൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ഞാൻ ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനുമാണ് വന്നത്. പാപികളായ മനുഷ്യർക്ക് വേണ്ടി, നഷ്ടപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി, എനിക്കും നിങ്ങൾക്കും വേണ്ടി അവൻ തന്റെ ജീവനെ കൊടുക്കുവാനാണ് ഈ ലോകത്തിലേക്ക് വന്നത്. അത്രമാത്രം അവൻ സ്നേഹിച്ചു, മനുഷ്യവർഗത്തെ അത്രമാത്രം സ്നേഹിച്ചു. എന്നാൽ മനുഷ്യൻ മറികടന്ന് ദൈവത്തെ വിട്ട് ഓടി ഓടി ദൂരേക്ക് പോകുകയാണ്. അവർ മാറിപ്പോകുകയാണ്. അവരെ മടക്കി വരുത്തുവാൻ ദൈവം ഏർപ്പാടുകൾ ചെയ്തു, അതിനുള്ള വഴികൾ നടത്തി. ഇസ്രായേലെ, ക്ഷാമം കൊണ്ട് ഞാൻ നിന്നെ ദുഃഖിപ്പിച്ചു, മഞ്ഞുകൊണ്ട് ഞാൻ നിന്നെ ശിക്ഷിച്ചു. തീർന്നില്ല, നിന്റെ മക്കൾ അനേകർ യുദ്ധത്താൽ നിന്റെ യുവാക്കന്മാർ കൊല്ലപ്പെടുവാൻ ഇടവരുത്തി. ചരിത്രത്തിൽ നമുക്ക് തിരിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും, ഇസ്രായേൽ ദൈവത്തെ വിട്ടുപോയ കാലത്തൊക്കെ അന്യജാതിക്കാർ വന്ന് യുദ്ധം ചെയ്ത് അവരുടെ ലക്ഷ്യങ്ങളെ കൊലപ്പെടുത്തി, അവരുടെ ദേശവും വിളവും പിടിച്ചെടുത്തു, അനേകരെ മരണത്തിനിരയാക്കി. ആ ഭാഗത്ത് അത് തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ യുവാക്കന്മാർ വാലുകൊണ്ട് മരിച്ചു, യുദ്ധത്തിൽ എന്നതുപോലെ അനേകർ കൊല്ലപ്പെടുവാനിട വന്നു, എന്നിട്ടും നിങ്ങളെങ്കിലേക്ക് തിരിഞ്ഞില്ല. പിന്നെയും പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് സോദോമിനെയും ഗൊമോറയെയും പോലെ, സോദോമിനെ ശിക്ഷിച്ചതുപോലെ, ഗൊമോറയെ ശിക്ഷിച്ചതുപോലെ ഞാൻ നിങ്ങൾക്ക് ഉന്മൂലനാശം വരുത്തി, എന്നിട്ടും നിങ്ങളെങ്കിലേക്ക് തിരിഞ്ഞില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജാതിയുടെ ചരിത്രത്തിൽ ഇത് അക്ഷരപ്രകാരം സംഭവിച്ചു. അവരുടെ ചരിത്രത്തിൽ അടിക്കടി ഈ ശിക്ഷാവിധിയുടെ കാലത്തേക്ക് പോകേണ്ടി വന്നു. അത്ഭുതവാനായ ദൈവത്തിന്റെ സ്നേഹത്താൽ അതത് കാലത്ത് അവർ കുത്തായകന്മാരെ അയച്ചു മാനസാന്തരപ്പെട്ടവർക്ക് വിടുതൽ നൽകുവാൻ സാധിച്ചു. എന്നാൽ ആ ജാതി ഒന്നാകെ ദൈവത്തെ വിട്ട് അകന്നു പോയവരായിട്ടാണ് ദൈവം കാണുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, അതുകൊണ്ട് ഞാൻ നിങ്ങളെ ശിക്ഷിക്കും. ദൈവത്തിന് ന്യായവിധി. ദൈവം സ്നേഹവാനാണ്, ദൈവം കാരുണ്യവാനാണ്. അതാണ് നാം കേൾക്കുന്നത്, അതാണ് നാം പ്രസംഗിക്കുന്നത്. എന്നാൽ അത് മാത്രമല്ല, ദൈവം സ്നേഹവാനായിരിക്കുന്നത് പോലെ തന്നെ അവൻ നീതിമാനാണ്.
ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ്. അവൻ എല്ലാറ്റെയും കാണുകയും എല്ലാറ്റെയും നോക്കുകയും ചെയ്യുന്നവനാണ്. മനുഷ്യന്റെ പാപത്തെ കാണുന്നു, മനുഷ്യന്റെ തെറ്റുകളെ കാണുന്നു, മനുഷ്യന്റെ വീഴ്ചകളെ കാണുന്നു. ഏറ്റവും പാവപ്പെട്ട എളിയവരുടെ നല്ല കാര്യങ്ങളെയും അവൻ കാണുന്നു. നമ്മൾ വായിക്കുന്ന തിരുവെഴുത്തിൽ, പുതിയ നിയമത്തിൽ ഒരു ഭാഗത്തൊരു വാക്കുണ്ട്, യേശു അവരെ നോക്കിക്കൊണ്ടിരുന്നു എന്ന 4-5 ഭാഗത്ത് പറയുന്നുണ്ട്. എന്നാൽ ഒരു ഭാഗത്ത് അവിടെ നാം വായിക്കുന്നത് 2 കാശിട്ട വിധവ. അവിടെ പറയുന്ന ഒരു വാക്ക്, യേശു ശ്രീഭണ്ഡാരത്തിന് നേരെ നോക്കിക്കൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, അവൻ വലിയവരെ നോക്കും, ചെറിയവരെ നോക്കും. ആ ശ്രീഭണ്ഡാരത്തിന് നേരെ നോക്കിക്കൊണ്ടിരുന്ന ആ പാവപ്പെട്ട സ്ത്രീയെ, വെറും 2 കാശുള്ളത് മുഴുവനായിട്ട് ആ സ്ത്രീയെ ആ ഭണ്ഡാരത്തിലേക്ക് അവൻ നോക്കിക്കൊണ്ടിരുന്നു. അതവൻ കണ്ടു. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ വീഴ്ചകൾ, താഴ്ചകൾ, കുറവുകൾ, കുറ്റങ്ങൾ അവന്റെ കണ്ണിന് യാതൊന്നും മറഞ്ഞിരിക്കുന്നതില്ല. ആർക്കുമൊന്നും മറയ്ക്കുവാൻ കഴിയുകയില്ല. അവന്റെ കണ്ണിന്റെ മുമ്പിൽ സകലവും നഗ്നവും മലർന്നതുമാണ്. അങ്ങനെയുള്ള ദൈവത്തിന്റെ മുമ്പാകെ, നീതിമാനായ ദൈവത്തിന്റെ മുമ്പാകെ മനുഷ്യന് രക്ഷപ്പെടുവാൻ സ്വയമായിട്ടൊരു മാർഗവുമില്ല. എന്നാൽ സങ്കീർത്തനത്തിൽ ഒരു വാക്യാംശമുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ്, നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. നീതിമാനായ ദൈവം പാപിയെ രക്ഷിക്കുവാൻ സാധിച്ചപ്പോൾ നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. നീതിമാനായ ദൈവത്തിന്റെ നീതി, കരുണാസമ്പന്നനായ ദൈവത്തിന്റെ കരുണ, സമാധാനം, കാൽവരിയിലെ ക്രൂശിൽ ദൈവത്തിന്റെ മരണത്തിൽ ഇത് രണ്ടും ചുംബിച്ചിരിക്കുകയാണ്. നീതിമാനായ ദൈവത്തിന്റെ നീതി, പാപിയോടുള്ള കരുണ, നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു. ദൈവം എത്രയോ വലിയവനാണ്, എത്രയോ കൃപയുള്ളവനാണ്. ഏത് മനുഷ്യനും പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ദൈവത്തിന് കഴിയും. അതിനുള്ള മാർഗം തന്റെ പ്രിയപുത്രനെ നമ്മുടെ പാപത്തിന്റെ പ്രായശ്ചിത്തത്തിനുമായി ക്രൂശിന്മേൽ മരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. നമുക്ക് വേണ്ടി ജീവനെ വെടിയുവാൻ ദൈവം അവനെ വിട്ടുകൊടുത്തു. എനിക്ക് ഉദാഹരണങ്ങളൊന്നും പറയുവാൻ ഇപ്പോൾ സമയമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും സ്ഥാനത്ത് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി ദൈവപുത്രനായ ക്രിസ്തു നമുക്ക് പകരമായി മരിക്കുവാൻ, നമ്മുടെ സ്ഥാനത്ത് മരിക്കുവാൻ പ്രിയപ്പെട്ടവരെ ദൈവം തന്റെ പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തു. പുത്രനാകട്ടെ പിതാവിനോട് യാത്ര പറഞ്ഞുകൊണ്ട്, ഇതാ ഞാൻ വരുന്നു, പുസ്തകത്തിനുള്ളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവേഷ്ടത്തിനായിട്ട് മനുഷ്യാവതാരമെടുത്ത് ലോകത്തിലേക്ക് വന്നു. നമ്മളെ യെശയ്യാ പ്രവാചകത്തിൽ വായിക്കുന്നത്, അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം. തന്റെ ഏകജാതനായ പുത്രൻ, പാപമില്ലാത്ത തന്റെ ഏകജാതൻ, അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. എന്റെ പ്രിയരെ, എന്നെ രക്ഷിപ്പാൻ, നിങ്ങളെ രക്ഷിപ്പാൻ മനസ്സായപ്പോൾ തന്റെ പുത്രനെ തകർത്ത് കളവാൻ അവൻ ക്രൂശിന്മേൽ നിലവിളിക്കുവാൻ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്തേ എന്ന്